നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തലകുനിച്ച മലയാള സിനിമാ ലോകം. നിശബ്ദതയുടെ നീണ്ട 4.5 വർഷങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. അതും വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്ന്. പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ചത്? അതിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആശങ്കകൾ എന്തുകൊണ്ട്? ലൈംഗികാതിക്രമം, ലിംഗവിവേചനം, സ്ത്രീകളോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം എന്നിവയുടെ ഭയാനകമായ സംഭവങ്ങൾ മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ നടക്കുന്നതിൻ്റെ വെളിപ്പെടുത്തലാണിത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ കടുത്ത വിവേചനവും അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. 4 വർഷം മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരുന്നു. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പരിഷ്കൃത സമൂഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. റിപ്പോർട്ട് വിശദമായി പഠിക്കട്ടെ എന്ന് കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുമ്പോൾ ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ? 2019 ഡിസംബർ 31 സർക്കാരിന് ലഭിച്ച ഈ റിപ്പോർട്ട് 4.5 വർഷം പിന്നെ എന്തു ചെയ്തു? റിപ്പോർട്ട് വായിച്ച് നടപടി കൈക്കൊണ്ടിരുന്നെങ്കിൽ ഈ 5 വർഷത്തിനിടയിൽ സംഭവിച്ച അതിക്രമങ്ങളെങ്കിലും ഇല്ലാതാക്കാമായിരുന്നില്ലേ? വ്യക്തിപരമായ പരാതി നൽകാതെ നടപടി എടുക്കാൻ ആകില്ല എന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരു ഭരണ നേതൃത്വത്തിനും ചേർന്നതല്ല. ഒരു കമ്മീഷനെ നിയോഗിച്ച് തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടും വ്യക്തിപരമായ പരാതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്തുവാൻ, ആരെ സംരക്ഷിക്കുവാൻ? തെറ്റ് ചെയ്തെന്ന് പൂർണ്ണ വ്യക്തത വന്നിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് അതിനൊപ്പം തന്നെ തെറ്റാണ്. കേരള സാംസ്കാരിക വകുപ്പും വനിതാ കമ്മീഷനും മൗനം നടിക്കുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ? സിനിമാ മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകി. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ചൊഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം. മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ്. അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയാണ്. അങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമെന്ന ഭീഷണിയാണ് ഉണ്ടാവുന്നത്. നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കണം. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി FIR ഇടണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കമ്മീഷൻ റിപ്പോർട്ട് ബിഫോർ ദി ലോ ഒരു വാലിഡിറ്റിയും ഇല്ലാത്തതാണ്. ആദ്യങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ഇപ്പം ഏതാണ്ട് പിക്ചർ റെഡിയായിട്ട് വരികയാണ്. യാതൊരു സംശയവും വേണ്ട. ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇത്തിക്കണ്ണികളെയും പുഴുക്കുത്തുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാടായിരിക്കും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സ്വീകരിക്കുക. സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ്. സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ട് പറയുന്നു. ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. സ്ത്രീകൾ എന്തിനു വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട്. സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചാരണം. നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട്. പ്രശ്നക്കാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു. അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും
അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് 17 റീടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ സംവിധായകൻ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായ തുടർ നടപടികൾ ഒന്നും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്കാണ് റിപ്പോർട്ട് തുടക്കമിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ സർക്കാർ അയച്ച കത്തിലെഴുതിയിരിക്കുന്ന നിങ്ങൾ ഇത് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പാലിക്കണമെന്നാണ്. അതിനെ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ച് ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞുവെന്നാക്കി. അത് ബെഹ്റ അല്ല നിയമോപദേശം കൊടുക്കേണ്ടത്, സർക്കാരിന് ആവശ്യമായ ഉപദേശമാണ് അദ്ദേഹം കൊടുത്തത്, സർക്കാർ ആഗ്രഹിച്ച ഉപദേശം. അത് പണ്ട് ഈ അഡ്വക്കേറ്റ് ജനറൽമാരെ ഇന്ന് അഭിപ്രായം എഴുതി വാങ്ങിക്കുന്ന പോലത്തെ പരിപാടിയാണ്. ഇതൊക്കെ സാമാന്യമായ നീതിബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ. അല്ലാതെ ഗവൺമെന്റിനെ ഇതിനെ വെച്ച് 4 പൂള് പുളിയേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളൊരു ഇത് നിലപാടാണ്. ഈ നിലപാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് ഈ ആക്ഷേപം ആദ്യം സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന WCC ഉയർത്തുന്നത്. കാരണം പരാതി കൊടുത്താൽ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അത് തന്നെയാണ് WCC പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഈ ആരോപണ വിധേയരായ ആളുകളെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താൻ പോവുകയാണ്. അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് WCC പറയുന്നത്. അവരാണ് ഈ വിഷയം, ഈ സിനിമാ രംഗത്ത് നടക്കുന്ന, തൊഴിലിടത്ത് നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും ഈ ലഹരി ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അവർ കൊടുത്ത മൊഴിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ കൊടുത്ത മൊഴി പെൻഡ്രൈവായി, തെളിവ് വാട്സപ്പ് മെസ്സേജായി, അവരുടെ മൊഴികളായി ഇരിക്കുകയാണ് സർക്കാരിൻ്റെ കയ്യിൽ. എന്നിട്ട് സർക്കാർ അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ചലച്ചിത്ര മേഖലയിലെ നീതി നിഷേധങ്ങൾ തടയാൻ സ്വതന്ത്ര സംവിധാനം വേണം എന്നതടക്കം നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ സർക്കാരിന് കഴിഞ്ഞേക്കില്ല. മദ്യവും മയക്കുമരുന്നും ക്രിയേറ്റിവിറ്റി കൂട്ടുമെന്ന് വാദിച്ചാണ് സിനിമാ സെറ്റുകളിലെ വ്യാപക ലഹരി ഉപയോഗമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലഹരിയുടെ മറവിലാണ് പലപ്പോഴും ലൈംഗികാതിക്രമം അരങ്ങേറുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. സംവിധായകൻ ഉപദ്രവിച്ചെന്ന് തുറന്നു പറഞ്ഞ നടിയെ സഹപ്രവർത്തകർ നിശബ്ദരാക്കി. പുതിയ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്നാണ് കമ്മിറ്റി അംഗം നടി ശാരദയുടെ അഭിപ്രായം. തുല്യവേതനവും മെച്ചപ്പെട്ട വേതനവും വത്സലകുമാരി നിർദ്ദേശിക്കുന്നു. അതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. സിനിമാ നടൻ കൂടിയായ മന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായില്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ, നിങ്ങളുടെ അഭിപ്രായം ആ അഭിപ്രായം നിങ്ങൾക്കിരിക്കട്ടെ. പക്ഷെ ഇവിടെ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഞങ്ങൾ ഇവർക്ക് നൽകിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇത് സ്വകാര്യമായി സൂക്ഷിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മുന്നിൽ തെളിവ് നൽകുന്നത്, അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത്. അതിന്റെ ഭാഗമായി ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കല്ല. അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞവര് ഒരു പരാതിയായി ഉന്നയിച്ചാൽ അതിൽ ഫലപ്രദമായ നടപടി ഉണ്ടാവും. ഇത് ഞങ്ങൾ കൊടുത്ത ഉറപ്പിന്റെ മേലെ ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇതിന്റെ മേലെ മറ്റൊരു നടപടി ഇത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഞാനിവിടെ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർ ആരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറായാൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല. കാലമെത്ര കഴിഞ്ഞാലും ആ കൊലപാതകത്തിന്റെ രക്തക്കറ മനസ്സിൽ നിന്ന് മായില്ലെന്ന് സമുന്ദർ സിംഗിന് അറിയാം. അതിനാൽ അയാൾ വീണ്ടും എത്തി, ഒരിക്കൽ കൂടി സഹോദരി സെൽമി പോളിൽ നിന്ന് രാഖി സ്വീകരിക്കാൻ. കാലമെത്ര കടന്നുപോയാലും മുറിപ്പാടുകൾ മായ്ക്കാൻ കഴിയുന്നതല്ല എന്ന് സമുന്ദർ സിംഗിന് അറിയാം. പശ്ചാത്താപിക്കുന്ന ഹൃദയവുമായി ഒരിക്കൽ കൂടി തന്നെ ചേർത്ത് പിടിച്ച ആ സഹോദരിയുടെ കരം ചേർക്കാനായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സഹോദരൻ തിരിച്ചെത്തിയിരിക്കുന്നു. മധ്യപ്രദേശിലെ
ഇൻഡോറിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് മാനവികതയുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥമായി പരിശ്രമിക്കുകയും ജീവിതത്തിലെ പരിതാപകരമായ അവസ്ഥകളെ തരണം ചെയ്യുവാൻ പാവങ്ങളായ ആളുകൾക്ക് സഹായം നൽകുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ റാണി മരിയ ഇന്നും ഇൻഡോർ രാജ്ഞി എന്ന നിലയിലാണ് ഗ്രാമവാസികളെല്ലാവരും അഭിമാനത്തോടു കൂടി ഓർക്കുന്നത്. ഭാരതസഭയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് സിസ്റ്റർ റാണി മരിയ. 1995 ഫെബ്രുവരി 25 ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന ബസ്സിൽ 50-ലധികം കുത്തേറ്റാണ് സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെടുന്നത്. 2002 ഘാതകൻ സമുന്ദർ സിംഗിനെ ജയിലിൽ കാണാനെത്തിയ സിസ്റ്റർ സെൽമി പോൾ അയാൾക്ക് രാഖി കെട്ടി. സഹോദര സ്നേഹത്തിന്റെ പവിത്രത എടുത്തു കാണിക്കലാണ് രാഖി കെട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമുന്ദറിനോട് റാണി മരിയയുടെ കുടുംബം ക്ഷമിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു അത്. സമുന്ദറിന്റെ പശ്ചാത്താപത്തിന് പ്രധാന കാരണക്കാരൻ അയാളെ ജയിലിൽ സന്ദർശിച്ച CMI വൈദികൻ സ്വാമി സദാനന്ദനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും ഉപദേശങ്ങളും സമുന്ദർ സിംഗിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. വൈദികന്റെയും സിസ്റ്ററുടെയും ശ്രമഫലമായി 11 വർഷത്തിനു ശേഷം സമുന്ദർ സിംഗ് 2006 ജയിലിൽ നിന്നിറങ്ങി. എല്ലാ വർഷവും സിസ്റ്റർ സെൽമിയിൽ നിന്ന് രാഖി കെട്ടാൻ ഇദ്ദേഹം എത്തും. പെരുമ്പാവൂർ പുല്ലുവഴിയിലാണ് കന്യാസ്ത്രീയുടെ സഹോദരിമാരുടെ വീട്. ജയിൽവാസത്തിനു ശേഷം സമുന്ദർ സിംഗ് ഇവിടെ എത്തി കുടുംബാംഗങ്ങളോടും മാപ്പ് ചോദിച്ചിരുന്നു. FCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ മിഷൻ പ്രവർത്തനങ്ങൾക്കായി മധ്യപ്രദേശിലെ ഇൻഡോർ ഉദയനഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. മധ്യപ്രദേശിൽ ആദിവാസികളുടെയും ഗ്രാമവാസികളുടെയും ഇടയിൽ പ്രവർത്തിക്കവെയാണ് സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെടുന്നത്. ഭൂരഹിതരായ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ ദിനരാത്രങ്ങളാണ് അധ്വാനിച്ചത്. ഇതിനെ ആസ്പദമാക്കി ഷൈസൻ പി ഔസേപ്പ് സംവിധാനം ചെയ്ത ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് 2024 96ാമത് അക്കാദമി അവാർഡിൽ മികച്ച ഒറിജിനൽ സ്കോർ വിഭാഗത്തിനുള്ള ഓസ്കാർ യോഗ്യതാ പട്ടികയിൽ ഇടം നേടിയിരുന്നു. ആദിവാസികളും ഗ്രാമവാസികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു പലിശ ഇടപാടുകാരനെ പരിക്കേറ്റിരുന്നു. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദിവാസികൾക്ക് ജാമ്യം ലഭിക്കാൻ റാണി മരിയ ഇടപെട്ടതാണ് ജമീന്ദാർമാരെ ചൊടിപ്പിച്ചത്. അവർ സിസ്റ്ററിനെ കൊല്ലാൻ സമുന്ദറിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. 2005 ജൂൺ 29 സിസ്റ്ററിനെ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തിയത്. തുടർന്ന് ഭാരതസഭയിലെ പ്രഥമ വനിതാ രക്തസാക്ഷിയായ റാണി മരിയ വട്ടാലിനെ 2017 സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. റാണി മരിയ സിസ്റ്ററിന്റെ മധ്യസ്ഥതയാൽ നിരവധി പേർ ഇന്നും ദൈവാനുഗ്രഹത്തിന്റെ സാക്ഷികളായി ജീവിക്കുന്നു. കേരളത്തെ ഒട്ടാകെ മുൾമുനയിൽ നിർത്തിയ 37 മണിക്കൂർ. 50 രൂപയുമായി വീട്ടിൽ നിന്നിറങ്ങിയ 13കാരി ഒറ്റയ്ക്ക് സഞ്ചരിച്ചത് 3 സംസ്ഥാനങ്ങളിലൂടെ. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസംബാലികയായ തസ്മിത് തംസമിനെ 1.5 ദിവസത്തിനുള്ളിൽ കണ്ടെത്താനായത് വിശാഖപട്ടണത്തെ ഒരു സംഘം മലയാളികളുടെ സന്മനസ്സും ഉത്സാഹവും കൊണ്ട്. ആരും ആവശ്യപ്പെടാതെ തന്നെ ബുധനാഴ്ച രാത്രി 10 വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി 12 പേരടങ്ങുന്ന മലയാളി സംഘം നടത്തിയ പരിശോധനയാണ് പെൺകുട്ടിയിലേക്ക് വഴികാട്ടിയത്. തിരുവനന്തപുരത്ത് നിന്ന് കുട്ടി ചെന്നൈയിലെത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിന് പിന്നാലെയാണ് തുടർ യാത്രയിൽ ആന്ധ്രയിലെ വിശാഖപട്ടണം കടന്നുപോകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ അവിടുത്തെ മലയാളി സംഘം റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനയ്ക്കിറങ്ങിയത്. 1.5 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയെന്ന സന്തോഷ വാർത്ത പിതാവിനെ പോലീസ് വിളിച്ചറിയിച്ചു. മകളെ തിരിച്ചു കിട്ടാൻ അമ്മ ചൊല്ലിയ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായിരുന്നു അത്. കാണാതായ കുട്ടി ജീവിതത്തിൽ ആദ്യമായി ട്രെയിനിൽ കയറുന്നത് അന്നാണ്. കഴക്കൂട്ടത്ത് ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് അപ്രതീക്ഷിത വേദന ഈ കുടുംബത്തെ തേടിയെത്തിയത്. ചേച്ചി തന്നെ അടിക്കുന്നതായി ഇളയ മകൾ ഫോണിൽ വിളിച്ചു പറഞ്ഞതിനനുസരിച്ചാണ് സ്കൂളിലെ ജോലിക്കിടെ അമ്മ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ദേഷ്യത്തിൽ കുട്ടിയെ അടിച്ച ശേഷം തിരികെ സ്കൂളിലേക്ക് പോയി. ഒരടി കൊടുത്തതിന്റെ പേരിൽ മകൾ എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിനു മുന്നിൽ ഉത്തരമില്ലാതെ നിന്ന കുടുംബത്തിനു മുന്നിലേക്കാണ് രാത്രി ആശ്വാസ വാർത്തയെത്തിയത്. ഒടുവിൽ മലയാളികളുടെ കൂട്ടായ്മയാണ് വിശാഖപട്ടണത്ത് ട്രെയിനിൽ ബുധനാഴ്ച രാത്രി 10 കുട്ടിയെ കണ്ടെത്തിയത്. മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് കുട്ടി പ്രതികരിച്ചതെന്ന് ഇവർ പറയുന്നു. അടിച്ചതുകൊണ്ടാണ് വീട് വിട്ടുപോയതെന്ന കുട്ടിയുടെ മൊഴിയും സ്ഥിരമായി അടിക്കാറുണ്ടെന്ന അയൽവാസികളുടെ മൊഴിയും ഗൗരവമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. മകളെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. വീഡിയോ കോളിലൂടെ സംസാരിച്ച മകൾ അമ്മ തല്ലിയതുകൊണ്ടാണ് വീട് വിട്ടുപോയതെന്ന് പിതാവിനോട് പറഞ്ഞു. ഇനി മകളെ ആരും തല്ലില്ല എന്ന ഉറപ്പും പിതാവ് നൽകിയിട്ടുണ്ട്. മകൾ തിരിച്ചു വന്നാൽ കുടുംബത്തിലുള്ളവരെയും കൂട്ടി തിരികെ അസമിലേക്ക് പോകാനാണ് പിതാവിന്റെ തീരുമാനം.
ചൊവ്വാഴ്ച പകലും രാത്രിയും തിരഞ്ഞിട്ടും കാണാതായ 13-കാരിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരിക്കെ ആദ്യ തുമ്പായത് കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലുണ്ടായിരുന്ന ബബിത എന്ന യാത്രക്കാരി എടുത്ത ചിത്രം. അതുവരെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഊഹം വെച്ച് തപ്പിത്തടഞ്ഞ പോലീസിനെ പിടിവള്ളിയായത് ഈ ചിത്രം. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ബബിത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോകാൻ കൂട്ടുകാരുമൊത്ത് ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസിൽ കയറിയത്. എതിർ സീറ്റിൽ കണ്ണീർ തുടച്ചുകൊണ്ട് സങ്കടഭാവത്തിലിരിക്കുന്നത് കണ്ടാണ് പെൺകുട്ടിയെ ബബിത ശ്രദ്ധിച്ചത്. എംപോക്സ് കേരളത്തിലും ജാഗ്രത വേണം. ഇന്ത്യയിൽ ആദ്യമായി 2022 ജൂലൈ 14 കേരളത്തിലും പകർച്ചവ്യാധിയായ എംപോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പകർച്ചവ്യാധിയായ എംപോക്സ് 116 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളവും ജാഗ്രതയിൽ. UAE-യിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ 35 വയസ്സുള്ള പുരുഷനാണ് രോഗലക്ഷണം കണ്ടെത്തിയത്. ഇദ്ദേഹം രോഗമുക്തനായെങ്കിലും സംസ്ഥാനത്ത് രോഗം വീണ്ടും കണ്ടെത്താനുള്ള സാധ്യത ഒഴിവാകുന്നില്ല. ഒട്ടേറെ രാജ്യാന്തര യാത്രക്കാർ എത്തുന്നതാണ് കാരണം. യാത്ര ചെയ്യുന്നവരും അവരുമായി സമ്പർക്കത്തിലുള്ളവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലോകത്തിനെ പുതിയ ഭീഷണിയായി വരുന്ന എംപോക്സ് രോഗത്തിന് വാക്സിൻ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുകയാണെന്ന് കമ്പനി CEO അദാർ പുനേവാല. അടുത്തിടെയാണ് ഈ രോഗത്തെ ഏറെ സൂക്ഷിക്കേണ്ടതാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. ഏകദേശം 1 ഡസനിലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികളിലടക്കം എംപോക്സ് പടർന്നിട്ടുണ്ട്. ഇതിനുള്ള വാക്സിൻ ആവശ്യത്തിന് ലഭ്യമല്ല. ഈ സാഹചര്യത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യയിൽ കുരങ്ങുപനി ലക്ഷണങ്ങളോടെ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കണമെന്നും ഇവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നുമാണ് കേന്ദ്രം വിമാനത്താവളങ്ങളിലും അതിർത്തിയിലും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആഗോളതലത്തിൽ ഭീതിയുയർത്തിയ എംപോക്സ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാണ്. ഇതാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി വാക്സിൻ നിർമ്മിക്കാനിറങ്ങിയത്. ഇതിന്റെ പരീക്ഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ തന്നെ മികച്ച ഒരു വാക്സിൻ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പുനേവാല പറഞ്ഞു. രോഗം പിടിപെട്ടവർ കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലേക്ക് അടുത്തയാഴ്ച തന്നെ അമേരിക്കയിൽ നിന്നുള്ള വാക്സിൻ എത്തുമെന്നാണ് വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 30 ലക്ഷം ഡോസ് വാക്സിനാണ് കോങ്കോയ്ക്ക് ആവശ്യം. അമേരിക്കയ്ക്കു പുറമെ ഡെൻമാർക്കും ജപ്പാനും എംപോക്സിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വിമാനത്താവളത്തിലും അതിർത്തികളിലും കൃത്യമായ പരിശോധന വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സഫ്ദർജംഗ് ആശുപത്രി, റാം മനോഹർ ലോഹിയ ആശുപത്രി, ലേഡി ഹാർഡിംഗെ ആശുപത്രി എന്നിവിടങ്ങളിൽ എംപോക്സ് പിടിപെട്ടവരെ ചികിത്സിക്കാൻ പ്രത്യേക ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. PG ഡോക്ടറുടെ ദേഹത്ത് 14 മുറിവുകൾ, കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഏവരുടെയും മനസ്സ് മുറിപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ഇത്. കൊൽക്കത്തയിൽ അതിക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം PG ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യത്താകെ പ്രക്ഷോഭം നടക്കുകയാണ്. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ മെഡിക്കൽ PG വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ദിവസങ്ങളായി പണിമുടക്കി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നേരെ ആക്രമണവും നടന്നു. ഓഗസ്റ്റ് 9-നാണ് കൊൽക്കത്ത ആർജിക്കർ സർക്കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് PG ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്.
31 വയസ്സുകാരിയായ ഡോക്ടറെ ഓഗസ്റ്റ് 9 ആശുപത്രി വളപ്പിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട സംഭവത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ ഈ മാസം 15 ആശുപത്രിയിൽ അതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സ്വസ്ഥ ഭവനിലേക്ക് വിദ്യാർത്ഥികളും റെസിഡന്റ് ഡോക്ടർമാരും മാർച്ച് നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങി ആശുപത്രി അടിച്ചു തകർത്ത സമയത്തുണ്ടായിരുന്ന അധികാരികളെ പിരിച്ചുവിടണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്നും സന്ദീപ് ഘോഷിനെ നീക്കം ചെയ്തു. ദില്ലിയിൽ സമരം നടത്തുന്ന ഡോക്ടർമാർക്ക് ഡ്യൂട്ടിയിൽ തിരികെ കയറാൻ അടിയന്തര നിർദ്ദേശം. ദില്ലി എയിംസ് അധികൃതരാണ് ഡോക്ടർമാരോട് എത്രയും വേഗം ഡ്യൂട്ടിയിൽ തിരികെ കയറണമെന്നും അല്ലാത്ത പക്ഷം കർശന നടപടിയെടുക്കുമെന്നും താക്കീത് നൽകിയത്. ചർച്ചകൾക്ക് ശേഷം തീരുമാനമെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. അതേസമയം രാജ്യതലസ്ഥാനത്ത് മറ്റ് ആശുപത്രികളിൽ റെസിഡന്റ് ഡോക്ടർമാർ സമരം തുടരുകയാണ്. കൊൽക്കത്ത കൊലപാതകത്തെ തുടർന്ന് രാജ്യതലസ്ഥാനത്തും ശക്തമായ സമരമാണ് റെസിഡന്റ് ഡോക്ടർമാർ തുടരുന്നത്. ഇരയ്ക്ക് നീതി എന്ന മുദ്രാവാക്യത്തോടൊപ്പം ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയാൻ അടിയന്തര നിയമനിർമ്മാണവുമെന്ന ആവശ്യവും ദില്ലിയിൽ ഡോക്ടർമാർ ഉയർത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം കടുത്തതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കം 5 ഡോക്ടർമാരെയാണ് പോളിഗ്രാഫ് പരിശോധന നടത്തിയത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് CBI സീൽദ ACJM കോടതിയെ സമീപിച്ചിരുന്നു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി വാദം കേൾക്കുന്നതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കകം ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സീൽദ കോടതിയോട് നിർദ്ദേശിച്ചു. തുടർന്നാണ് നുണപരിശോധനയ്ക്ക് അനുമതി നൽകിയത്. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട ദിവസം ജോലിയിലുണ്ടായിരുന്ന 5 ഡോക്ടർമാരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയിയുടെ നുണപരിശോധനയ്ക്കും CBI അനുമതി തേടിയിട്ടുണ്ട്. പോളിഗ്രാഫ് പരിശോധനയുടെ ഫലം കുറ്റസമ്മതമായി കണക്കാക്കില്ല, കോടതിയിൽ സ്വീകാര്യവുമല്ല. എന്നാൽ സംശയിക്കുന്നയാളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതിനിടെ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകളെല്ലാം മാറ്റിയിരുന്നെന്ന് വെളിപ്പെടുത്തി CBI. സംഭവം നടന്ന് 5-ാം ദിവസമാണ് കേസ് അന്വേഷണം കൈമാറിയതെന്നും CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് CBIയുടെ പരാമർശം. സുപ്രീം കോടതി ആവശ്യപ്പെട്ടതു പ്രകാരമാണ് കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിച്ചത്. കേസിൽ കൊൽക്കത്ത പോലീസ് രേഖപ്പെടുത്തിയ തീയതിയിലും സമയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും CBI ചൂണ്ടിക്കാട്ടി. ഈ ഒരാഴ്ച വാർത്താലോകത്ത് നടന്ന സംഭവ വികാസങ്ങളുമായുള്ള വാരാന്ത്യ കാഴ്ച ഇവിടെ സമാപിക്കുന്നു. നന്ദി.